ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും റെഡി ആയിരിക്കുന്നത്. ഞങ്ങൾ ഏർലി മോർണിംഗിൽ തന്നെ ഇറങ്ങി. ഋതുവൊക്കെ റെഡിയാണ്, ചേട്ടൻ്റെ മോൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ അതിനുള്ള കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിരിക്കും. കാർ കയറിയിരുന്ന ലോഡാറിൻ്റെ വിശേഷങ്ങളായിരുന്നു കേൾക്കേണ്ടത്. അപ്പോൾ ഞാൻ കുന്ന് മല റോഡ് എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏർലി മോർണിംഗ് പുറപ്പെട്ടുകൊണ്ട് ഞാൻ കാറ് കയറി ഉടനെ ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ എണീറ്റത് പട്ടാമ്പിയോ ആ പാലക്കാട് ബോർഡിലായിരുന്നു ചായ കുടിക്കാൻ വേണ്ടി എണീറ്റ്. എവിടെ പോയാലും എനിക്ക് ചായ മസ്റ്റാണ്. കാരണം ചായ കിട്ടിയാൽ ഞാൻ 2 ഗ്ലാസ് ചായ കുടിച്ചു ഗൈസ്. കാരണം എനിക്ക് ചായ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ചിലവരൊക്കെ ചായ അഡിക്റ്റ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അഡിക്റ്റാണ് ഞാൻ. ഇപ്പം മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫേവറേറ്റ് വട ചട്നി സാമ്പാർ, ഇത് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. അതൊക്കെ ഇവിടെ സദ്യയുടെ ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. ഒന്ന് ബൂസ്റ്റപ്പ് ആയതിനു ശേഷം ഞങ്ങളിതാ ട്രിപ്പ് വീണ്ടും തുടങ്ങുകയാണ്. എല്ലാവരും കാറിൽ തിരിച്ചു കയറി. ഇനി നമ്മളുടെ നേരെ പൊള്ളാച്ചിയിലേക്കാണ്. ചേട്ടൻ്റെ മകനും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് കടങ്കഥകൾ നമുക്ക് കേൾക്കാം. അമ്മയ്ക്ക് വാലുണ്ട്, മക്കൾക്ക് വാലില്ല. മക്കൾക്ക് വാലുണ്ടാവും ചെയ്യാൻ എന്താ മാക്രിക്കുട്ടികളോ? ഉടനടി പഴഞ്ചൊല്ലി പോയി അമ്മ ഇരിക്കും, കുട്ടികൾ ഓടുവോ? മത്തൻ അല്ല കിണറന്നെ ചേച്ചി. അമ്പാട്ടുപെട്ടിക്ക് വലിയ വാല്, പിന്നെ ചെറിയൊരു വാല്. അമ്പത് പെട്ടിക്ക് കിട്ടിയല്ലേ? പിൻപേ ഇലക്ക് പിൻപയോ? കറിക്ക് മുൻപേ ഇലക്ക് പിൻപേ എന്നാണോ ഉദ്ദേശിച്ചത്? കറിവേപ്പില. അങ്ങനെ അവന്റെ കുറെ കടങ്കഥകൾ കേട്ട് ഞങ്ങൾ ഉത്തരങ്ങൾ തപ്പിയും കുറെ സമയം അങ്ങനെ പോയി. അങ്ങനെ പാലക്കാട് ഏകദേശം മോഡലിലെത്തി. നെൽപ്പാടങ്ങളും പിന്നെ കനലും അത്യാവശ്യം ചൂടും അവിടെ ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. വേറെ സ്റ്റെപ്പ് മാറ്റി പിടിക്കേ. നബിദിനത്തിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ആണെങ്കിൽ വഴി നിറയെ ഞങ്ങൾക്ക് മിഠായികളും, കാർ ഫുള്ള് ഏകദേശം മിഠായി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കാക്കമാരൊക്കെ നമുക്ക് കുറേ മിഠായിസ് തന്നു. പശുമ്പ് കുളിക്കാൻ പോയില്ലേ? എവിടെ പോയത്? പോയില്ലേ? വീട്ടിൽ കെട്ടിയിട്ടാണോ? നെക്സ്റ്റ് വിശപ്പിനുള്ള വിളി തുടങ്ങി. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ നമ്മൾ ക്യാരി ചെയ്താണ് പോകുന്നത്. അപ്പോൾ എവിടെയും സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അവിടെ സെറ്റ്. കുട്ടികളായതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ഡൗട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് തീർക്കാൻ പകുതി സമയത്തിൽ എനിക്ക് വേണ്ടി വന്നു. പിന്നെ എന്താ ഫുഡ് കഴിച്ചു. ഞങ്ങളത് പൊള്ളാച്ചിയിട്ടിരിക്കുന്നു. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകണം. കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്തി അവിടെ കുറച്ച്
ഫുഡൊക്കെ കഴിച്ച് അരുവികളും ഇവൾക്ക് കഥകളൊക്കെ പറഞ്ഞു തിരിച്ച് കാറിലേക്ക്. കുട്ടികളെ കുറേ കോമഡി വർത്തമാനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തത്. കാരണം ഇവരെ കുറേ കുട്ടി കുട്ടി തമാശകളൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കാനുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു വില്ലല്ലേ സിനിമയില്, ബാഹുബലി അത് നായകനല്ലേ, പിന്നെ ഒരു വില്ലല്ലേ ഇതില്. ആഹാ മസിൽമാന് ഒരു തലയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തല നെക്സ്റ്റ് ഞങ്ങൾ പൊള്ളാച്ചിയൊക്കെ കവർ ചെയ്തു. 40 കുന്ന് അങ്ങനെ ഞങ്ങൾ കയറിയെന്ന് തോന്നുന്നു. ചുരം കയറിയിട്ടാണ് തിരിച്ചത് വാഴച്ചാലിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടുമിക്ക സമയം ഞാൻ ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴും ഇതൊക്കെ ക്ലോസ് ചെയ്തു ഗൈസ്, നമ്മൾ ട്രാപ്പിലായി. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്പോട്ട് തപ്പിയിട്ടുള്ള യാത്രയാണ്. അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസും കാണാൻ പറ്റി. ഇതാ നല്ല കിടിലം വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തു. അങ്ങനെ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് നൈറ്റായി. ഇനി നമുക്ക് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഹോട്ടലിൽ കയറി നല്ല സാപ്പാടടിച്ച് ഞങ്ങൾ യാത്രയാവുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.